ഇത് പീരുമേട് കരടിക്കുഴി പുതുവൽ സ്വദേശിയായ സി ആനന്ദ് എന്ന അധ്യാപകൻ. തന്റെ മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് കുമളി TTCയിൽ നിന്നും പഠിച്ച് 2000-ലാണ് ഇദ്ദേഹം വണ്ടൻമേട് മാലി ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപന വൃത്തിയിലേക്ക് പ്രവേശിക്കുന്നത്. തുടർന്ന് പാമ്പനാർ ഗവൺമെന്റ് UP സ്കൂളിൽ 14 വർഷത്തെ സേവനത്തിനിടെ തന്റെ ശ്രമഫലമായി സ്കൂളിനെ ഹൈസ്കൂളായി ഉയർത്തുന്നതിന് മുൻകൈ എടുത്തു. തന്റെ അധ്യാപന വൃത്തിക്കൊപ്പം കൃഷിയെ സ്നേഹിക്കുന്നതിലും പരിപാലിക്കുന്നതിലും സമയം കണ്ടെത്തുന്നത് ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ്. വിവിധ ഇനം പച്ചക്കറികൾക്കൊപ്പം 6 ഇനങ്ങളിൽപ്പെട്ട ചീരകൃഷി ഇദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലെ പച്ചക്കറിത്തോട്ടത്തിന്റെ പ്രത്യേകതയാണ്. ഒപ്പം വിവിധ ഇനം ഫലവർഗ്ഗങ്ങളാലും സമൃദ്ധമാണ് ആനന്ദ് സാറിന്റെ പുരയിടം. പച്ചക്കറിത്തോട്ടത്തിന്റെ പരിപാലന ചുമതല സഹധർമ്മിണി റീത്ത ഏറ്റെടുക്കുമ്പോൾ തന്റെ ഏലകൃഷിയെ പരിപാലിക്കുന്നതിന് സമയം കണ്ടെത്തിയ ആനന്ദ് സാർ പരിപാലന രീതിയിലൂടെ ഇത്തവണത്തെ കൊടും വേനലിൽ കരിഞ്ഞുണങ്ങാതെ സംരക്ഷിച്ചുവെന്നാണ് പ്രത്യേകത. അധ്യാപനത്തിനൊപ്പം കൃഷിയെയും സ്നേഹിച്ച് പരിപാലിക്കുന്നതായി ആനന്ദ് സാർ പറയുന്നു. എൻ്റെ പേര് ആനന്ദ്. ഞാൻ GVHSS TTI കുമളിയിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനൊരു 16 കൊല്ലം ഗവൺമെൻറ് UPS ഗവൺമെൻറ് HS പാമ്പനാറിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് ഞാൻ പിന്നെ ഏലപ്പാറ സ്കൂളിലേക്ക് പോയി, അവിടുന്ന് വണ്ടിപ്പെരിയാർ UPയിൽ പോയി. ഇപ്പം ഞാൻ നിലവിൽ കുമളി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു വളരെ സംതൃപ്തനാണ് എൻ്റെ അധ്യാപന ജീവിതത്തിൽ. കാരണം എനിക്ക് ഒരുപാട് നല്ല പ്രതിഭകളെ വാർത്തെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയമായിട്ടാണ് ഞാൻ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഞാനത് പറയുന്നത്. അല്ലാത്ത സമയങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി എന്ന് പറയുന്നത് കൃഷിയാണ്. അതിലും പ്രത്യേകിച്ച് ഏലകൃഷിയാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ തൊട്ട് എൻ്റെ ഫാദർ ഞങ്ങൾ എല്ലാവരും കൃഷിയോട് ഭയങ്കര താല്പര്യരാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷമാണെന്നെങ്കിലും കൊടും വേനലാണ്. ഈ കൊടും വേനലിലും നല്ല രീതിയിൽ എനിക്ക് കൃഷി പരിപാലിക്കുവാനായിട്ട് സാധിച്ചു. കാരണം ഒരു കുഴൽക്കിണറുണ്ടായിരുന്നു, 1000 അടിയാണ് എൻ്റെ താഴ്ച. എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടിയായിരുന്നു. അതാണ് എൻ്റെ ഒരു നേട്ടം എന്ന് പറയാനായിട്ട്. ഒരു ചെടിയെപ്പോലും ഞാൻ ഉണങ്ങുവാനായിട്ട് സമ്മതിച്ചിട്ടില്ല ഈ വർഷം. ഞാനൊരു 3.5 ഏക്കർ കാടാണ് എൻ്റെ പപ്പ എനിക്ക്, എൻ്റെ ഗ്രാൻഡ് പാരൻറ്റിൻ്റെ വീതമാണ് എനിക്ക് തന്നത്. അതിൽ ഞാനിങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല വിളവ് ഞാൻ ഈ വർഷം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഈ അവധിക്കാലത്തിൽ ഞാൻ ഇതിനകത്തായിട്ടാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഏലപ്പാറ ഗവൺമെന്റ് സ്കൂൾ, വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂൾ എന്നിവിടങ്ങളിലെ സേവനങ്ങൾക്ക് ശേഷം ഇപ്പോൾ കുമളി GVHSSൽ 3 വർഷമായി സേവനം അനുഷ്ഠിക്കുന്ന ഇദ്ദേഹത്തിന് പലതവണ ഹെഡ് മാസ്റ്ററായി നിയമനം ലഭിച്ചുവെങ്കിലും കുട്ടികൾക്ക് വിദ്യ പകർന്നു നൽകുന്നതിലാണ് താൻ തൃപ്തനെന്ന് ആനന്ദ് സാർ പറയുന്നു. അതുപോലെ തന്നെയാണ് എനിക്ക് പ്രൊമോഷൻ സാധ്യത ഒരു 3 പ്രാവശ്യം വന്നതാണ്. അപ്പോൾ എൻ്റെ ലിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് പോകുന്നില്ല എന്ന് വെച്ചു. കാരണം എനിക്ക് കുട്ടികളെ പഠിപ്പിച്ച് കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനോടാണ് താല്പര്യം. അല്ലാതെ എനിക്കൊരു ഹെഡ് മാസ്റ്റർ ആകാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അർഹതയില്ലാഞ്ഞിട്ടല്ല, എനിക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ്. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, ഒരുപാട് ആർട്ട് വർക്കുകൾ ഞാൻ ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് ട്രെയിനിങ്ങുകളും പങ്കെടുക്കുന്ന ആളാണ്. ഒരുപാട് ആർട്ട് വർക്കിൽ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു അധ്യാപകനും കൂടിയാണ്. എന്നാൽ ചിരട്ടയിൽ സ്പെഷ്യലായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഞാനൊരു RP ആണ്. അപ്പോൾ ചിരട്ടയിലുള്ള കരകൗശല വസ്തുക്കൾ കഴിഞ്ഞ വർഷം നമ്മുടെ പുഷ്പമേളയിൽ നമ്മുടെ GVHSS TTI കുമളിയിലെ കുട്ടികളുടെ ഒരു സ്റ്റോളും ഉണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങൾ അവർ വിറ്റ് ചിലവഴിക്കുവാനായിട്ട് സാധിച്ചു. ആ പൈസ മൊത്തം ആ കുട്ടികൾക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുകയും ചെയ്തത്. അവർക്കത് പഠനത്തിനായി അതൊരു ഉപയോഗപ്പെടുത്തി. അതുപോലെ തന്നെയാണ് ഈ വർഷത്തെ അധ്യാപന വർഷത്തിൽ, ഈ വരുന്ന വർഷത്തിലെ പാഠപുസ്തകം എനിക്ക് ഏറ്റവും ഞാനൊരു അഭിനന്ദിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു അധ്യയന വർഷം. കാരണം ഞാൻ എഴുതിയ പാഠപുസ്തകം
പ്രത്യേകിച്ച് തമിഴിലാണ് ഞാൻ എഴുതിയേക്കുന്നത്. 7ാം ക്ലാസ്സിൻ്റെ തമിഴ്, അതുപോലെ തന്നെയാണ് 5ൻ്റെ സയൻസ്, 3ൻ്റെ സയൻസ്. ഇത്രയും പാഠപുസ്തകങ്ങൾ എന്നെക്കൊണ്ട് എഴുതുവാനായിട്ട് സാധിച്ചു. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്നെ അതിനകത്ത് ഉൾപ്പെടുത്തി, എന്നെ തിരഞ്ഞെടുത്തു. പരീക്ഷ വച്ചിട്ടാണ് നമുക്ക് പാഠപുസ്തകം എഴുതുവാനായിട്ട്, രചിക്കുവാനുള്ള ഒരു അവസരം നൽകിയത്. അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ വരുന്ന അധ്യയന വർഷത്തിൽ എൻ്റെ പാഠപുസ്തകം, ഞാൻ എഴുതിയ പാഠങ്ങൾ എൻ്റെ കുട്ടികൾ പഠിക്കുന്നു എന്ന് പറയുമ്പം എനിക്ക് അതിയായ സന്തോഷമാണ്. 24 വർഷത്തെ അധ്യാപന വൃത്തിയിൽ കോവിഡ് സമയത്തെ മികച്ച സേവനം, പ്രളയകാല സേവനങ്ങൾ, മികച്ച സയൻസ് ആർപിക്കുള്ള അവാർഡ്, കേരള ഗ്രാഫ്റ്റിന്റെ 2024 അധ്യാപകനുള്ള അവാർഡ് എന്നിവയും ലഭിക്കുകയും ചക്കവള്ളം ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ പ്രീ പ്രൈമറി വിഭാഗത്തിനായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പാർക്ക് നിർമ്മിച്ച് നൽകിയതിലൂടെ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ വണ്ടിപ്പിലാർ ഗവൺമെന്റ് UP സ്കൂളിലെ സേവനകാലത്ത് സ്കൂളിനായി മികച്ച ലാബ് നിർമ്മിച്ചത് സംസ്ഥാനതല മാതൃകാ ലാബായി മാറിയതും ഇദ്ദേഹത്തിന്റെ വലിയ പങ്കിലായിരുന്നു. മാതാവ്, ഭാര്യ റീത്ത, മക്കൾ രേഷ്മ ജോയ്, ധനീഷ് ക്രിസ്റ്റോ എന്നിവരടങ്ങുന്നതാണ് ആനന്ദ് സാറിന്റെ കുടുംബം. അധ്യാപന വൃത്തിയെ ജോലിക്കുപരി തന്റെ പല കഴിവുകളും സമന്വയിപ്പിച്ച് തന്റെ ജീവിത കർമ്മമായി കാണുന്ന ആനന്ദ് സാറിന് അവശേഷിക്കുന്ന സേവന കാലഘട്ടങ്ങളിൽ ഉയർച്ചയുടെ കൂടുതൽ പടവുകൾ കീഴ്പ്പെടുത്തുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. VR വിജയൻ, ഇടുക്കി ലൈവ് ന്യൂസ്, പീരുമേട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന. LKG, UKG, പ്ലേ ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. എഫിഷ്യന്റ് ടീച്ചേഴ്സ്, സ്മാർട്ട് ക്ലാസ്, ഓഡിയോ വിഷ്വൽ ക്ലാസ് റൂം, IT ക്ലാസ്. കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കട്ടെ കട്ടപ്പന ദീപ്തിയിലൂടെ. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഡാൻസ് ക്ലാസ്, മ്യൂസിക് ക്ലാസ്, സ്കൂൾ ബസ് സർവീസ്, പ്ലേ പാർക്ക്, വാട്ടർ പ്യൂരിഫയർ. നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന.